ഓക്കെ, അപ്പോൾ നമ്മളുടെ സെക്കൻഡ് ചാപ്റ്ററിൽ നെക്സ്റ്റ് ടോപ്പിക്ക് പരേറ്റോ അനാലിസിസ് എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ ഒരു എക്കണോമിസ്റ്റ് ഉണ്ട്, വിൽഫ്രെഡോ പരേറ്റോ എന്ന് പറഞ്ഞിട്ട്. അയാളാണ് ഈ ടോപ്പിക്ക്, ഈ ഒരു കോൺസെപ്റ്റ് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം ഒരു സ്റ്റഡിയൊക്കെ നടത്തിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു, ഇറ്റലിയിൽ 20% ആൾക്കാരാണ് ഇറ്റലിയിലെ 80% ലാൻഡ് ഓൺ ചെയ്യുന്നത്. ഓക്കെ, ഇറ്റലിയിൽ 80% ലാൻഡ്, ഭൂമി ഓൺ ചെയ്യണത് ഒരു 20% ആൾക്കാരാണ്. അങ്ങനെ ഒരു സ്റ്റഡി നടത്തിയപ്പോൾ അയാൾക്ക് മനസ്സിലായി. അപ്പോൾ അയാൾ വിചാരിച്ചു, ഓക്കെ, ഇത് എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് വേറൊരു ഏരിയ, യൂറോപ്പോ അങ്ങനെ എന്തോ സ്റ്റഡി ചെയ്തു. അപ്പോൾ അവിടെയും ഇതേപോലെയാണ്, 80% ലാൻഡും ഓൺ ചെയ്യണത് 20% ആൾക്കാരാണ്. അപ്പോഴാണ് ഈ 80-20 എന്ന് പറഞ്ഞ ഒരു പ്രപ്പോർഷൻ, അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതെല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഇതെല്ലായിടത്തും നടക്കുന്നുണ്ടോയെന്ന് ഇതിൻ്റെ മുകളിൽ, ഈ ഒരു ഫസ്റ്റ് സ്റ്റഡിയുടെ മുകളിലേക്ക് സ്റ്റഡി ചെയ്താണ് കണ്ടുപിടിച്ചു. ബിസിനസ്സിലും എല്ലായിടത്തും നമുക്ക് ഈ ഒരു 80-20 റൂള് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് വേറെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, ഇയാൾ തന്നെയല്ല ഫുള്ള്, ഇത് ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് വേറെ ആൾക്കാരൊക്കെ കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ 80-20 റൂളിനെ ബേസ് ചെയ്ത് വന്നേക്കുന്ന ഒരു കോൺസെപ്റ്റാണ് പരേറ്റോ അനാലിസിസ്. അയാളുടെ പേരാണ് അതിന് കൊടുത്തേക്കുന്നത്, വിൽഫ്രെഡോ പരേറ്റോ അനാലിസിസ്, 80-20 റൂൾ. അപ്പോൾ ഇത് എന്താണ് 80-20യുടെ ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളിലും 80% റിസൾട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി ഒരു 20% ഏരിയയിൽ ഫോക്കസ് ചെയ്താൽ മതി. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കസ്റ്റമർ കംപ്ലയിൻസ് എൻ്റെ കമ്പനിയിൽ കുറേ കസ്റ്റമർ കംപ്ലയിൻസ് ഉണ്ട്, എനിക്ക് കസ്റ്റമർ കംപ്ലയിൻസ് ഒന്ന് റെഡ്യൂസ് ചെയ്യണം, എങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് സ്റ്റഡി ചെയ്താൽ നമുക്ക് മനസ്സിലാവും. 80% ഓഫ് ദ കസ്റ്റമർ കംപ്ലയിൻസ് ആർ കമ്മിങ് ഫ്രം 20% ഓഫ് ദ പ്രൊഡക്ട്സ്. ഒരു 20% പ്രൊഡക്റ്റ് ഉണ്ടാവും, അതായത് 100 പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഒരു 20% പ്രൊഡക്റ്റ് ആയിരിക്കും എപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള പ്രൊഡക്റ്റ്. ആ ഒരു 20% പ്രൊഡക്റ്റിൽ ഫോക്കസ് ചെയ്താൽ ടോട്ടൽ കസ്റ്റമർ കംപ്ലയിൻസിൻ്റെ 80%വും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. മനസ്സിലായി? അതാണ് ആ 80-20 റൂള്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഇതെങ്ങനെ ശരിയാവണം, ഇതൊക്കെ വെറുതെ തിയറട്ടിക്കലി പറയാം. ഇത് തിയറട്ടിക്കലി എന്ന് പറഞ്ഞാൽ 80-20 അത് പ്രൊപ്പോർഷനേറ്റ്ലി കറക്റ്റ് ഒന്നും ആവത്തില്ല. അത് ചിലപ്പോൾ 70-30 ആവാം, 60-40 ആവാം. ഓക്കെ, അതൊരു സജഷനാണ് 80-20 റൂൾ എന്ന് പറയുന്നത്. മനസ്സിലായി? അല്ലാണ്ട് കറക്റ്റ് 80% കൊണ്ടുവന്ന് നമുക്ക് നിർത്താൻ പറ്റണമെന്നൊന്നുമില്ല. അതൊരു ഐഡിയ ആണ്. എപ്പോഴും 80% ഓഫ് ദ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നമ്മളൊരു 20% ഓഫ് ദ ഏരിയയിൽ ഫോക്കസ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നോക്കി എന്താണ് പാരേറ്റോ അനാലിസിസ് ഇസ് എ ടെക്നിക് വിച്ച് ഇസ് യൂസ്ഡ് ഫോർ ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണ്. ആൻഡ് ദിസ് ഇസ് ബേസ്ഡ് ഓൺ ദി 80-20 റൂളിനെ ബേസ് ചെയ്ത് ഉണ്ടാക്കിയേക്കുവാണ്. സോ പാരേറ്റോ അനാലിസിസ് ഇസ് ബേസ്ഡ് ഓൺ ദി ഐഡിയ ദാറ്റ് 80% ഓഫ് ദ ബെനിഫിറ്റ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ ഡൂയിങ് 20% ഓഫ് ദ വർക്ക്. ഈ ഒരു 20% വർക്ക് ചെയ്താൽ നമുക്ക് 80% ബെനിഫിറ്റ് കിട്ടും. അല്ലെങ്കിൽ വേണമെങ്കിൽ തിരിച്ചു പറയാം, 80% ഓഫ് ദ പ്രോബ്ലംസ് ക്യാൻ ബി ട്രേസ്ഡ് ടു 20% ഓഫ് ദ കോസസ്. ഒരു 20% കാരണങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ നമ്മളുടെ 80% പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇതാണ് 80-20 റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, 80 റിസൾട്ട് കിട്ടാൻ 20യിൽ ഫോക്കസ് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. അത് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ കസ്റ്റമർ കംപ്ലയിൻസിൻ്റെ കാര്യം പറഞ്ഞു, അതേപോലെ ഇപ്പോൾ പ്രോഫിറ്റിൻ്റെ കാര്യം പറയുവാണെങ്കിൽ കമ്പനിയിൽ ഒരു 20% പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസ് ആയിരിക്കും 80% പ്രോഫിറ്റും കൊണ്ടുവരുന്നത്. മനസ്സിലായി? എനിക്ക് 100 പ്രൊഡക്റ്റ് ഉള്ള കമ്പനിയാണ്, 100 പ്രൊഡക്റ്റ് ഉള്ള കമ്പനിയാണ്. ഇതിലൊരു 20 പ്രൊഡക്റ്റ് ആയിരിക്കും എൻ്റെ കമ്പനിയുടെ മേജർ പ്രോഫിറ്റും കൊണ്ടുവരാൻ പോണത്. അപ്പോൾ ആ പ്രൊഡക്റ്റിലായിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. മനസ്സിലായി? എവിടെ ഫോക്കസ് ചെയ്യണം എന്നറിയാനാണ് നമ്മൾ ഈ പാരേറ്റോ അനാലിസിസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതേപോലെ 20% ഓഫ് ദ പീപ്പിൾ ആർ റെസ്പോൺസിബിൾ ഫോർ ജനറേറ്റിംഗ് 80% ഓഫ് ദി ഇൻകം. അതായത് ടോട്ടൽ നമുക്ക് 100 സ്റ്റാഫ് ഉണ്ടെങ്കിൽ അതിലൊരു 20 സ്റ്റാഫായിരിക്കും മേജർ ഇൻകം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോണത്. ക്ലിയർ അല്ലേ? അപ്പോൾ അവരെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, അവരുടെ കാര്യങ്ങൾ നമ്മൾ നോക്കണം. ക്ലിയർ അല്ലേ? എവിടെ ഫോക്കസ് ചെയ്യണം എന്ന് നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടുള്ള അനാലിസിസ് ആണ് പാരേറ്റോ അനാലിസിസ്. ഇത് ജസ്റ്റ് തിയറി മാത്രമല്ല, അതിനൊരു സ്കോർ കാർഡൊക്കെ ഉണ്ട്. അതൊന്നും നമ്മുടെ ടെക്സ്റ്റിലില്ല, നമ്മൾ ജസ്റ്റ് ഈ തിയറി പഠിച്ചാൽ മതി. പാരേറ്റോ അനാലിസിസിൻ്റെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഇതുണ്ട്, സ്റ്റഡി ഉണ്ട്. ഇനി ഇത് എവിടെയൊക്കെ അപ്ലൈ ചെയ്യണത്? പാരേറ്റോ അനാലിസിസ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ പ്രൈസിങ് ഓഫ് ദ പ്രോഡക്റ്റ്. ഫസ്റ്റ് തന്നെ നമുക്ക് പ്രൈസിങ്ങിൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ
നമ്മളുടെ ഫേമിൻ്റെ ടോട്ടൽ സെയിൽസ് എടുക്കുകയാണെങ്കിൽ ആ സെയിൽസിൻ്റെ 80% റവന്യൂ ജനറേറ്റ് ചെയ്യണത് ഒരു 20% പ്രൊഡക്ട്സ് ആയിരിക്കും. ക്ലിയർ അല്ലേ? ഒരു 20% ഓഫ് ദ പ്രൊഡക്ട്സ് വിൽ കോൺട്രിബ്യൂട്ട് ടു 80% ഓഫ് ദ സെയിൽസ്. അപ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റ് ഷുഡ് ഫോക്കസ് ഓൺ ദാറ്റ് 20% ഓഫ് ദ പ്രൊഡക്ട്സ്. ആ 20%ലായിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതിൻ്റെ പ്രൈസിങ് ആയിരിക്കണം നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യേണ്ടത്. അതിൻ്റെ പ്രൈസിങ്ങിൽ വളരെ ഫോക്കസ്ഡ് ആയിരിക്കണം. ബാക്കിയുള്ള വർക്കൊക്കെ എന്ത് ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാം. മിഡിൽ മാനേജ്മെൻറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഡെലിഗേറ്റ് ചെയ്യാം. ടോപ്പ് മാനേജ്മെൻറ്റ് ഷുഡ് ഫോക്കസ് ഓൺ ദ പ്രൈസിങ് ആൻഡ് ദ മെത്തേഡ്സ് യൂസ്ഡ് ഫോർ ദാറ്റ് 20% ഓഫ് ദ പ്രൊഡക്ട്സ്. ക്ലിയർ അല്ലേ? അതാണ് പ്രൈസിങ് ഓഫ് ദ പ്രൊഡക്റ്റിൽ ഇത് യൂസ് ചെയ്യാം. ഓക്കെ. സിമിലർലി സെക്കൻഡ് വൺ, കസ്റ്റമർ പ്രോഫിറ്റബിലിറ്റി അനാലിസിസിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമുക്ക് കസ്റ്റമർ പ്രോഫിറ്റബിലിറ്റി അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഓൾമോസ്റ്റ് 80% ഓഫ് ദ റവന്യൂ ക്യാൻ ബി ട്രേസ്ഡ് ടു 20% ഓഫ് ദ കസ്റ്റമർ. ഒരു 20% കസ്റ്റമേഴ്സ് ഉണ്ടാവും, അവരായിരിക്കും കമ്പനിയുടെ മേജർ റവന്യൂ കൊണ്ടുവരുന്ന കസ്റ്റമേഴ്സ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ആ കസ്റ്റമേഴ്സിൽ ഫോക്കസ് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും കസ്റ്റമേഴ്സിനെ നമുക്ക് ഒഴിവാക്കണോ, അതൊക്കെ അറിയാൻ നമുക്ക് ഈ പെരേറ്റോ അനാലിസിസ് ഉപയോഗിച്ച് മനസ്സിലാവും. എവിടെയായിരിക്കണം നമ്മളുടെ റിസോഴ്സസ് സ്പെൻഡ് ചെയ്യേണ്ടത്, എവിടെയാണ് നമ്മൾ കൂടുതൽ സെയിൽസ് പ്രൊമോഷൻ എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ചെയ്യേണ്ടത്, ഇതൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, പെരേറ്റോ അനാലിസിസ് യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ എവിടേക്കാണ്? ഫസ്റ്റ് വൺ പ്രൈസിങ് ഓഫ് ദ പ്രോഡക്റ്റ്, സെക്കൻഡ് വൺ കസ്റ്റമർ പ്രോഫിറ്റബിലിറ്റി അനാലിസിസ്, തേർഡ് വൺ ABC അനാലിസിസ്. നമ്മൾ ABC കോസ്റ്റിംഗ്, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് പഠിച്ചില്ലേ? സോറി, അത് വേറെ ഉണ്ടോ? ഇത് ഇവിടെയാണ് ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ്. ഇത് ABC അനാലിസിസ് നമ്മൾ ഇൻ്ററിൽ പഠിക്കുന്നുണ്ട്. സ്റ്റോക്ക് കൺട്രോൾ അല്ലേ? A കാറ്റഗറി ഐറ്റം, B കാറ്റഗറി ഐറ്റം, C കാറ്റഗറി ഐറ്റം. അത് ഇതേപോലത്തെ ഒരു ഐഡിയ ആണ്. ഇതിൽ 80-20 റൂൾ എന്നല്ലേ പറയണത്. ABC അനാലിസിസ് 70-20-10 റൂളാണ്. സെയിം കോൺസെപ്റ്റ് ആണ്. നമുക്കറിയാം 70% ഓഫ് ദി ഒരു ഞാൻ വെറുതെ A കാറ്റഗറി ഐറ്റം എന്ന് പറയാം. എന്തായിരുന്നു A കാറ്റഗറി ഐറ്റം? A കാറ്റഗറി ഐറ്റംസ് ആർ ദി ഐറ്റംസ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ഓൺലി 20% ഇൻ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്. ഐറ്റംസ് നോക്കുമ്പോൾ ഒരു 20 അല്ല, ABC-യിൽ 10% ആയിരുന്നു. ടോട്ടൽ നമ്പർ നോക്കുമ്പോൾ എൻ്റെ ടോട്ടൽ സ്റ്റോക്കിൻ്റെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിൽ വെറും 10% ഐറ്റംസിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്, A കാറ്റഗറി ഐറ്റം എന്ന് പറയണത്. പക്ഷേ ഈ A കാറ്റഗറി ഐറ്റത്തിൻ്റെ വാല്യൂ നോക്കുവാണെങ്കിൽ നമ്മുടെ ടോട്ടൽ സ്റ്റോക്ക് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഓൾമോസ്റ്റ് 70% ഓഫ് ദ വാല്യൂ ആരായിരിക്കും? ഈ A കാറ്റഗറി ഐറ്റംസ് ആയിരിക്കും. ക്ലിയർ അല്ലേ? അതേപോലെ B കാറ്റഗറി ഉണ്ട്, C കാറ്റഗറി ഉണ്ട്. സോ ബേസിക്കലി എന്തിനാണ് ഇത് ചെയ്യണത്? നമുക്ക് അറിയാൻ വേണ്ടിയാണ് ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റോക്ക്. A കാറ്റഗറി സ്റ്റോക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഈവൻ ദോ ദേ ആർ ലെസ് ഇൻ നമ്പർ, ദേ ആർ ഹൈ ഇൻ വാല്യൂ. സോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഏത് ഐറ്റംസിനെ ആയിരിക്കണം? A കാറ്റഗറി ഐറ്റത്തിനെ ആയിരിക്കണം. ക്ലിയർ അല്ലേ? സോ ABC അനാലിസിസിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? അതായത് സ്റ്റോക്ക് കൺട്രോളിന് വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? പെരേറ്റോ അനാലിസിസ് യൂസ് ചെയ്യാൻ പറ്റും. വേർ വി ഷുഡ് പുട്ട് അവർ റിസോഴ്സസ്, വേർ ഷുഡ് വി ഫോക്കസ്. ക്ലിയർ അല്ലേ? എവിടെയായിരിക്കണം സ്ട്രിക്റ്റ് ക്വാളിറ്റി കൺട്രോൾ പ്രൊസീജിയേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്? A കാറ്റഗറിയിലാണോ, B കാറ്റഗറിയിലാണോ, C കാറ്റഗറിയിലാണോ? A കാറ്റഗറിയിലായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ABC അനാലിസിസ് യൂസ് ചെയ്യാം എന്ന് പറയുന്ന പോലെ തന്നെ വി ക്യാൻ യൂസ് പരേറ്റോ അനാലിസിസ്, ബിക്കോസ് രണ്ടിൻ്റെയും കോൺസെപ്റ്റ് സെയിം ആണ്. നെക്സ്റ്റ്, Pareto analysis can also be used in activity based costing. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിങ്ങിൽ കോസ്റ്റ് ആർ ലിങ്ക്ഡ് ടു കോസ്റ്റ് ഡ്രൈവേഴ്സ് അല്ലേ? കോസ്റ്റിനെ നമ്മൾ എങ്ങനെയാണ്, കോസ്റ്റ് ആർ ഫസ്റ്റ് ലിങ്ക്ഡ് ടു കോസ്റ്റ് ഡ്രൈവേഴ്സ് ആൻഡ് ബേസ്ഡ് ഓൺ കോസ്റ്റ് ഡ്രൈവേഴ്സ് ദ പ്രൊഡക്ട്സ് ആർ ട്രേസ്ഡ് ടു ദ പ്രൊഡക്റ്റ്. കോസ്റ്റ് ഡ്രൈവറിനെ ബേസ് ചെയ്താണ് പ്രൊഡക്ട്സിലേക്ക് കോസ്റ്റ് കൊണ്ടുപോകുന്നത്. അപ്പോൾ പരേറ്റോ അനാലിസിസ് യൂസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും 20% of the cost drivers are responsible for 80% of the cost. ഓക്കെ. ഒരു കുറച്ച് 20% കോസ്റ്റ് ഡ്രൈവേഴ്സ് ഉണ്ടാവും, അവരായിരിക്കും 80% കോസ്റ്റിനും കാരണമാവുന്നത്. അപ്പം നമ്മൾ കോസ്റ്റ് റിഡക്ഷനൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയാണ് ബെറ്റർ കൺട്രോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്? ആ 20% കോസ്റ്റ് ഡ്രൈവറിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? എന്താണ് കോസ്റ്റ് ഡ്രൈവർ? ഓർക്കുന്നുണ്ടോ കോസ്റ്റ് ഡ്രൈവർ എന്തായിരുന്നെന്ന്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ കോസ്റ്റ് എന്ന് പറയണത് മെറ്റീരിയൽ ഓർഡറിങ് ആണെന്ന് വിചാരിക്കും. മെറ്റീരിയൽ ഓർഡറിങ് കോസ്റ്റ്, ദ കോസ്റ്റ് ഡ്രൈവർ ഇസ് നമ്പർ ഓഫ് ഓർഡേഴ്സ്. എൻ്റെ കോസ്റ്റ് പ്രോഡക്റ്റ് ഇൻസ്പെക്ഷൻ ആണ്. അപ്പോൾ എന്താ കോസ്റ്റ് ഡ്രൈവർ? നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻസ്പെക്റ്റഡ്.
എൻ്റെ എൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു സെറ്റപ്പ് കോസ്റ്റ്, മെഷീൻ സെറ്റപ്പ് കോസ്റ്റ് ഡ്രൈവർ എന്തായിരുന്നു, നമ്പർ ഓഫ് സെറ്റപ്പ്. ക്ലിയർ അല്ലേ? നമ്മൾ ABC ആക്ടിവിറ്റി ബേസ് കോസ്റ്റിങ്ങിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ കുറേ കോസ്റ്റ് ഡ്രൈവേഴ്സ് ഉണ്ടാവും. പക്ഷേ ഒരു 20% കോസ്റ്റ് ഡ്രൈവറിനെ ബേസ് ചെയ്തായിരിക്കും 80% ഓവർ ഹെഡ് കോസ്റ്റും വരുന്നത്. 20-80 റൂൾ. ക്ലിയർ അല്ലേ? 80-20 റൂൾ. അപ്പോൾ ആ 20% കോസ്റ്റ് ഡ്രൈവേഴ്സ് ആരാന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അവിടെയാണ് നമ്മൾ ബെറ്റർ കൺട്രോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? ശരി. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് പെരേറ്റോ അനാലിസിസ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി കൺട്രോളിൽ നമുക്കിത് യൂസ് ചെയ്യാം. ക്വാളിറ്റി കൺട്രോളിൽ എങ്ങനെ യൂസ് ചെയ്യും? ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എറേഴ്സ് ഡിഫക്ട്സ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ ഈ ക്വാളിറ്റി കൺട്രോൾ. അപ്പോൾ പെരേറ്റോ അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 80% ഓഫ് ദ കസ്റ്റമർ കംപ്ലയിൻസ് അല്ലെങ്കിൽ 80% ഓഫ് ദി ഇഷ്യൂസ് can be raised to can be traced to 20% of causes. 80% ക്വാളിറ്റി ഇഷ്യൂസും ഒരു 20% കാരണങ്ങൾ കൊണ്ടാവാം. ആ 20% കാരണങ്ങൾ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അതാദ്യം സോൾവ് ചെയ്യുവാണെങ്കിൽ 80% ഓഫ് ദ പ്രോബ്ലംസ് ക്യാൻ ബി എലിമിനേറ്റഡ് അപ്പോൾ തന്നെ, അല്ലേ? ദെൻ ആൻഡ് ദർ. അപ്പോൾ തന്നെ നമുക്ക് 80% പ്രോബ്ലംസ് എന്ത് ചെയ്യാൻ പറ്റും? എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? അപ്പോൾ ക്വാളിറ്റി കൺട്രോളിൽ പെരേറ്റോ അനാലിസിസ് ഷുഡ് ബി യൂസ്ഡ്. എവിടെ നമ്മൾ ഫോക്കസ് ചെയ്യണം എന്നറിയാൻ വേണ്ടി ഇറ്റ് ഷുഡ് ബി യൂസ്ഡ് ഇൻ ക്വാളിറ്റി കൺട്രോൾ. അപ്പോൾ ഇതൊരു 5 കാര്യങ്ങൾ പറയണമെന്നേ ഉള്ളൂ. ബേസിക്കലി ഇതിന് വൈഡ് ആപ്ലിക്കേഷനാണ്. ബിസിനസ്സിൽ എവിടെ എന്ത് ഡിസിഷൻ എടുക്കുമ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പെരേറ്റോ അനാലിസിസിൻ്റെ കോൺസെപ്റ്റ് ഉപയോഗിക്കാൻ പറ്റും. അതായത് നമ്മളുടെ ഫോക്കസ് ഡൈവേർട്ടഡ് ആയി പോകാതിരിക്കാൻ. ബിസിനസ്സിൽ അങ്ങനെയല്ല, നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. എന്ത് ചെയ്യണം, ആദ്യം എന്ത് ചെയ്യണം എന്ന് ഫോക്കസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെരേറ്റോ അനാലിസിസ് യൂസ് ചെയ്യണത്. സോ ബേസിക്കലി വി വിൽ ഗെറ്റ് ആൻ ഐഡിയ വേർ വി ഷുഡ് ഫോക്കസ് സോ ദാറ്റ് മേജർ ഇമ്പാക്റ്റ് ക്യാൻ ബി ബ്രോട്ട്. എവിടെ ഫോക്കസ് ചെയ്താലാണ് നല്ല മേജർ ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ പറ്റുന്നത് എന്ന് കണ്ടുപിടിക്കാൻ, എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് വി ആർ യൂസിങ് പെരേറ്റോ അനാലിസിസ്. ക്ലിയർ അല്ലേ? അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ ഏതൊക്കെ ഏരിയാസ് ആണ്, ഈ 5 സ്ഥലങ്ങളില്ലേ? പ്രൈസിങ് ഓഫ് ദ പ്രോഡക്റ്റ്, ABC അനാലിസിസ്, ആക്ടിവിറ്റി ബേസ് കോസ്റ്റിംഗ്, ക്വാളിറ്റി കൺട്രോൾ, കസ്റ്റമർ പ്രോഫിറ്റബിലിറ്റി അനാലിസിസ്. ആ ഹെഡിങ്സ് പഠിച്ചു വെക്കുക. പിന്നെ പെരേറ്റോ അനാലിസിസ് എന്താണെന്ന് എഴുതാനുള്ള ഒരു പാരഗ്രാഫും പഠിച്ചു വെക്കുക കേട്ടോ. ഇങ്ങനത്തെ ഒരു 2 പോയിന്റ് പഠിച്ചു വെക്കുക. അപ്പോൾ ബേസിക്കലി ഇതായിരിക്കും വാട്ട് ഇസ് പെരേറ്റോ അനാലിസിസ്, വേർ ക്യാൻ പെരേറ്റോ അനാലിസിസ് ബി അപ്ലൈഡ്. ഇതൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ്. അപ്പോൾ എഴുതാനുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ അല്ല? ക്ലിയർ അല്ലേ? ശരി.